എന്താണ് ഈ മസാലയൊക്കെ പുരട്ടി വയ്ക്കുന്നതെന്ന് കണ്ടപ്പോൾ തന്നെ മനസ്സിലായില്ലേ? ചെമ്മീനാണ്. മീനുകളിൽ ഏറ്റവും കൂടുതൽ എളുപ്പത്തിലും വളരെ രുചിയിലും വ്യത്യസ്തമായ രീതിയിലും മസാല ചേർത്ത് ഉണ്ടാക്കാൻ പറ്റുന്ന ഒരു വിഭവമാണ് ചെമ്മീൻ അല്ലേ? അങ്ങനെ ഒരു ചെമ്മീൻ റോസ്റ്റ് റെസിപ്പിയാണിത്. അതിനായിട്ട് കുറച്ച് ചുവന്നുള്ളി, പച്ചമുളക്, വെളുത്തുള്ളി, കറിവേപ്പില, പിന്നെ പൊടികളായിട്ടുള്ള ഗരം മസാല, മല്ലിപ്പൊടി, മഞ്ഞൾപ്പൊടി, മുളക് പൊടി, കുരുമുളക് പൊടി എല്ലാം ചേർത്ത്, ഉപ്പും ചേർത്ത്, കുറച്ച് വെളിച്ചെണ്ണയും ചേർത്ത് ഈ മസാല ഒന്ന് സെറ്റാവാൻ വേണ്ടിയിട്ട് കുറച്ച് വെള്ളവും ചേർത്ത് നമ്മുടെ ചെമ്മീനെ നമുക്കതിലേക്ക് ചേർത്ത് കൊടുക്കാം. സാധാരണ നോൺ വെജ് റോസ്റ്റുകളൊക്കെ ഉണ്ടാക്കുമ്പോൾ എപ്പോഴും അതിൻ്റെ ക്വാണ്ടിറ്റി കൂടുതലും മസാല വളരെ കുറച്ചാണ് ചേർക്കാറ്. പക്ഷേ വീട്ടിൽ അംഗങ്ങൾ കൂടുതലുണ്ടെങ്കിൽ നമുക്ക് ഇതെല്ലാം മാറ്റാം കേട്ടോ. ഇനി ഈ ചെമ്മീനിലേക്ക് നമ്മുടെ ഈ മസാലകളും എല്ലാം നന്നായിട്ട് മിക്സ് ചെയ്ത് ഒരു 2 മണിക്കൂർ എന്തായാലും മാഗ്നേറ്റ് ചെയ്യാൻ വയ്ക്കണം. അങ്ങനെ വെച്ചതിന് ശേഷം മാത്രമേ എടുക്കാൻ പാടുള്ളൂ. എന്നാൽ മാത്രമേ നമ്മൾ ചേർത്തിരിക്കുന്ന മസാലകളെല്ലാം ചെമ്മീനിലേക്ക് ഇറങ്ങുള്ളൂ. കുറച്ചും കൂടി വലിയ ചെമ്മീൻ കിട്ടിയാൽ നിങ്ങൾക്ക് വലിയ ചെമ്മീൻ ചേർക്കാം കേട്ടോ. എനിക്കിപ്പോൾ ഇതാണ് കിട്ടിയത്, അപ്പോൾ ഞാനതെടുത്തിട്ടുണ്ട്. അങ്ങനെ 2 മണിക്കൂർ നമ്മളിത് റെസ്റ്റ് ചെയ്യാൻ വേണ്ടി വയ്ക്കണം. ശേഷം ഇത് ഒരു പാനിലേക്ക് വെള്ളമോ എണ്ണയോ ഒന്നും ചേർക്കാതെ തന്നെ ഈ മസാലയോട് കൂടി തന്നെ പാനിലേക്ക് ഹൈ ഫ്ലെയിമിൽ വെച്ച് കൊടുക്കാം. അങ്ങനെ നന്നായിട്ട് എല്ലാം സെറ്റ് ചെയ്ത് വെച്ച് ഹൈ ഫ്ലെയിമിൽ ഇതിനൊന്ന് അടച്ചു വെച്ച് കഴിഞ്ഞാൽ ഇതിൽ നിന്ന് കുറച്ച് വെള്ളമൊക്കെ ഇറങ്ങി വരും. ആ വെള്ളം ഇറങ്ങി വരുമ്പോൾ തന്നെ ചെമ്മീൻ ഏകദേശം കുക്കായിട്ടുണ്ടാവും. അപ്പോൾ അതിനൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കണം. അതിനുശേഷം നല്ല തേങ്ങാ വെളിച്ചെണ്ണയും കൂടി ചേർത്ത് ഇതിനിതുപോലെ ചെറു തീയിൽ കുറച്ച് നേരം ഒന്ന് അടച്ച് വെച്ച് കുക്ക് ചെയ്ത് കഴിഞ്ഞാലുണ്ടല്ലോ, ഇത്രയും ടേസ്റ്റുള്ളൊരു ചെമ്മീൻ റോസ്റ്റ് നിങ്ങൾ ഇതുവരെയും കഴിച്ചിട്ടുണ്ടാവില്ല. ട്രൈ ചെയ്ത് നോക്കുക. താങ്ക് യു.